നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഫോണിലുള്ള വിവരങ്ങൾ മറ്റൊരാൾ കാണുന്നതായിട്ട് സംശയം തോന്നിയിട്ടുണ്ടോ? അതെങ്ങനെ പറ്റുക എന്നുള്ളതാവും അല്ലേ? ആൻഡ്രോയിഡ് ഫോണുകാരെയാണ് ഇത് ബാധിക്കുക. നിങ്ങളുടെ ഫോണിൽ കൊടുത്തുള്ള ജിമെയിലിൻ്റെ പാസ്വേഡ് വേറൊരാൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഡിവൈസിലിട്ടിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഗൂഗിൾ ഫോട്ടോസ് വഴി നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് കാണാം, വീഡിയോ കാണാം. ഗൂഗിൾ ഡ്രൈവ് വഴിയും കുറേ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ പാസ്വേഡ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ ഫോണിൻ്റെ കാര്യങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ഇത് ഉപകരിക്കാം. അതുകൊണ്ട് അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. അതൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൂഗിൾ എന്ന് കാണും, അതെടുക്കുക. ഗൂഗിളിൽ ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും മാനേജ് യുവർ അക്കൗണ്ട് എന്നുള്ളത് കാണും. നിങ്ങൾ ഉദ്ദേശിച്ച മെയിൽ ഐ ഡി അതാണെങ്കിൽ അതിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് എടുക്കുക. ഇനി നിങ്ങളുടെ മെയിൽ ഐ ഡി അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. എന്നിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ പോവുക. അപ്പോൾ എന്തെങ്കിലും മിഡിലായിട്ട് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. അതൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്നുള്ളത് കാണും, അതെടുക്കുക. എന്നിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക, ഏറ്റവും താഴെ വരെ സ്ക്രോൾ ചെയ്യുക കേട്ടോ. അപ്പോൾ താഴത്തായിട്ട് യുവർ ഡിവൈസസ് എന്നുള്ളത് കാണും. അതിൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ മോഡൽ നമ്പർ കാണും. നിങ്ങളുടേതല്ലാത്ത ഏതെങ്കിലും മോഡൽ നമ്പർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അവിടെ എത്ര ഡിവൈസസ് ആണ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഉപയോഗിക്കണം എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ താഴത്ത് മാനേജ് യുവർ ഡിവൈസ് എന്നുള്ളത് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്നതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ മോഡൽ നമ്പർ അല്ലാത്ത, ഒരുപക്ഷെ നിങ്ങൾ മുന്നേ ഉപയോഗിച്ച മോഡൽ നമ്പർ അതിൽ വരും കേട്ടോ. അങ്ങനെ ആവശ്യമില്ലാത്ത മോഡൽ നമ്പറിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലോഗൗട്ട് കൊടുക്കുക. മാത്രമല്ല നിങ്ങളുടേതല്ലാത്ത മോഡൽ നമ്പർ കാണുകയാണെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈൻ ഔട്ട് എന്നുള്ളത് കൊടുത്താൽ മതി. അത്രേ വേണ്ടൂ, നിങ്ങൾ സേഫായി. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് അറിയിക്കണേ.